തിരി കത്തി വന്നെ മെഴുകിൽ മുക്കി ബീഫും ബ്രെഡൊക്കെ കഴിക്കാൻ പറ്റും സക്കീർ ബാക്കി? എനിക്ക് പറ്റും. മെഴുക് ബീഫിന്റെ മോളിക്കട ഒഴിച്ചും കഴിക്കാം, ബ്രെഡ് നൈസായിട്ട് മെഴുകിൽ മുക്കിയും കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. സംഭവം സിമ്പിളാണ്. ഇത് തീ വെച്ചുള്ള കളി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോ ഈ സംഭവം ഫ്ലോപ്പ് ആയിരുന്നു, പിന്നെ ഉണ്ടാക്കിയപ്പോ സംഭവം സെറ്റായി. ഇത് ബട്ടർ കാൻഡിൽ. ഇതിനായിട്ട് ഒരു പീസ് ബട്ടർ എടുത്ത് പാനിലേക്ക് ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തത് ലേശം കൂടിപ്പോയി, ഇത്ര എടുക്കണ്ട കേട്ടോ. അത് മെൽറ്റായി വരുമ്പോൾ ഒരു പേപ്പർ ഗ്ലാസ് എടുത്ത് ഒരു കോട്ടന്റെ ചെറിയ തുണി ഇതുപോലെ ഒന്ന് സെറ്റാക്കി ഒന്ന് തിരി പോലെ ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അത് ഗ്ലാസിന്റെ ഉള്ളിലേക്കിടെ എടുത്തൊന്ന് സെറ്റാക്കി വെച്ചോ. മെൽറ്റായി വന്ന ബട്ടർ അതിനകത്തേക്ക് ഒഴിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സംഭവം എടുത്തപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് ആട്ടോ. പക്ഷെ ഗ്ലാസ് തുറന്ന് അങ്ങോട്ട് പയ്യെ വന്നപ്പോ ലേശം പണിപാളിയുണ്ട്. എന്ന് വെച്ചാൽ താഴത്തേക്ക് വന്നപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നേരെ ഒന്നും കൂടി ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു. അത് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോഴുണ്ട് അത് കത്തിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അത് കത്തണമില്ല. മൊത്തത്തിലൊന്ന് പ്ലാൻ അങ്ങ് പാളി. പക്ഷെ വിഡില്ലട്ടോ ഞാൻ. ഈ തവണ സെറ്റപ്പ് മൊത്തം അങ്ങോട്ട് മാറ്റി. നമ്മൾ ഗ്ലാസ്സിൽ തിരി ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മെൽറ്റായി വന്ന ബട്ടർ ഒഴിച്ചിട്ട് നമ്മളൊരു 4 മണിക്കൂർ അവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നേരത്തെ ഫ്ലോപ്പ് ആയവന്റെ വിഷമം മാറാനായിട്ട് നമ്മളൊരു സൈക്കിളൊക്കെ എടുത്ത് റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് നോക്കിട്ടോ. അപ്പൊ സംഭവം കാണാൻ നല്ല ഗുമ്മുണ്ട്. പക്ഷെ ഗ്ലാസ് ഒക്കെ തുറന്നു നോക്കിയപ്പോഴും സംഭവം സെറ്റാണ്. വലിയ പന്തികേടൊന്നും കാണാനില്ല. ഇനിയിപ്പോ തിരി കത്തുമെന്ന് നോക്കാന്ന് വെച്ചാൽ ഫ്രീസറിൽ ഇരിക്കുമ്പോൾ തിരി കത്താനായിട്ട് ലേശം വിമിഷ്ടമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തിരിയും കത്തിച്ച് നോക്കി. തിരി നല്ല ഉഷാറായിട്ട് കത്തണ്ട്. അപ്പൊ കുറച്ചു നേരം കത്തിച്ച് നോക്കിയപ്പോഴേക്കും ആ ബട്ടറൊക്കെ മുകളിൽ ഒന്ന് മെൽറ്റായി തുടങ്ങി. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നല്ല ബ്രെഡും കൂട്ടി നമ്മളൊന്ന് കഴിച്ചു നോക്കി. അതുപോലെ തന്നെ ഒരു ബീഫ് റോസ്റ്റിന്റെ ഒരു വലിയ പീസ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് ആ ബട്ടർ ഉരുകി വന്ന ബട്ടർ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അമ്പോ കൊള്ളാട്ടോ. വലിയ മെനക്കേടൊന്നും ഇല്ലാന്നേ, സിമ്പിൾ കാര്യങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെറുതെ ഒരു മൂപ്പിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടി ഒന്ന് ഫോളോ ഒക്കെ ചെയ്തേക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്.